അള്ളാഹു കൃത്യമായി വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, ഒരാള് മറ്റൊരാളെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞാൽ ആ ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചവന്റെ പുറത്ത് 80 അടി വീഴും, അവൻ ഫാസിഖായി മുദ്രകുത്തപ്പെടും, അവൻ സാക്ഷ്യത്തിന് പോലും പിന്നെ പറ്റാത്തവനായി സമൂഹത്തിലെ 2ാം കിട മെമ്പറായി മാറും. എന്തേ കാരണം? അവൻ മറ്റൊരാളുടെ ഈ നിലക്കുള്ള അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ വ്യഭിചാരോപണം പറഞ്ഞതാണ് കാരണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി സൂറത്തുൻ നൂറിലൂടെ പഠിപ്പിച്ചൊരു കാര്യമാണത്. വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തൂ ബിഅർബഅതി ശുഹദാഅ ഫജ്ലിദൂഹും 80 ജൽദതൻ. സൂറത്തുൻ നൂറിലെ 4-ാമത്തെ സൂക്തത്തിൽ കാണാം, വല്ലദീന യർമൂനൽ മുഹ്സനാതി, പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച്, സ്വതന്ത്രകളും പതിവ്രതകളുമായ സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരോപണം ഉന്നയിക്കുന്നവർ. സുമ്മലം യഅ്തൂ, പിന്നീട് അവർ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. ഈ ഉന്നയിച്ച ആളുകൾ, വ്യഭിചാരോപണം ഒരാളെ കുറിച്ച് അയാൾ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ അയാൾ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് എന്നൊരാണിനെ പറ്റിയോ ഒരു പെണ്ണിനെ പറ്റിയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാള് അയാളുടെ കടമയാണ് പിന്നെ അത് തെളിയിക്കണം. തെളിവില്ലെങ്കിൽ അത് പറയാൻ പാടില്ല. എങ്ങനെ തെളിയിക്കണം എന്നാണ്? നിങ്ങൾ നോക്കൂ, അയാൾ കണ്ടിട്ട് പോലും കാര്യമില്ല. അയാളൊരു കാര്യം കണ്ടു, മിണ്ടാതിരിക്കണം എന്നാണ്. അയാൾ കണ്ടിട്ട് എന്ത് കാര്യം? അയാൾ കണ്ടു എന്നുള്ളത് ഇസ്ലാമിൽ ഹദ്ദ് നടപ്പിലാക്കാനുള്ള തെളിവല്ല. അതുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിലല്ല, അതിന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പിൽ, ശിക്ഷ നടപ്പാക്കുന്ന ആളുകളുടെ മുമ്പിൽ പരാതിപ്പെടണമെങ്കിൽ പോലും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അത് തെളിയിക്കണം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുമ്മലം യഅ്തൂ, പിന്നീട് അയാൾ കൊണ്ടുവന്നില്ല. അങ്ങനെ ആരോപണം അവിടെ ഉന്നയിച്ചു. ബി അർബഅത്തി ശുഹദ, 4 സാക്ഷി വേണമെന്നാണ്. 4 സാക്ഷി കാണുകയാണ് ഇയാൾ. 4 സാക്ഷികൾ പറയണം. ഇയാൾ മാത്രം പോരാ, 4 സാക്ഷികളെ അയാൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ കൊണ്ടുവരാൻ മാത്രമല്ല, എപ്രകാരമുള്ള സാക്ഷികളായിരിക്കണം? അർബഅത്തു റിജാലിൻ അദൂൽ, അതായത് 4 നീതിമാന്മാരായ പുരുഷന്മാരെ കൊണ്ടുവരണം. എന്തിന്? ബി അന്നഹു സന, ഈ വ്യക്തി വ്യഭിചരിച്ചിട്ടുണ്ട് എന്നാ 4 ആളും ഒരുപോലെ പറയണം. 3 ആൾ കണ്ടിട്ടുണ്ട് ഇത് കൂട്ടിക്കോ, അല്ലെ 2 ആൾ കണ്ടിട്ടുണ്ട് ഇത് കൂട്ടിക്കോ. 3-ാമത്തെ ആളെ തെളിവിന് കിട്ടുന്നില്ല, 4-ാമനെ തെളിവിന് കിട്ടുന്നില്ല. മിണ്ടാൻ പാടില്ല, ഞാൻ പറയാൻ പാടില്ല, ഞാൻ ഒരാളുടെ മുമ്പിൽ അത് പറയാൻ പാടില്ല. കണ്ടോ? അപ്പൊ അതാണ് ഖുർആൻ അത്രയും ആ വിഷയത്തിൽ ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതിനെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അപ്പൊ 4 ആള് കാണുക, എന്നിട്ട് അവരൊക്കെ പറയണെന്താ? യുസരിഹൂന, ഈ 4 സാക്ഷികളും വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇസ്ലാം ഇങ്ങനെ എവിടെയെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടോ അവന്റെ തലവെട്ടാൻ നടക്കുക, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലാൻ നടക്കല്ല, അല്ലെങ്കിൽ അടിക്കാൻ നടക്കല്ല. കേട്ടീമ ഊഹത്തിന്റെ പേരിലൊന്നുമല്ല ഇസ്ലാമിൽ ശിക്ഷ നടപ്പിലാക്കുന്നത്. അതിനൊക്കെ ഒരുപാട് കടമ്പകൾ കിടക്കണം. ഇതുണ്ടോ ഇസ്ലാം വിമർശകർ അറിയുന്നു? ഇതുണ്ടോ ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളൊക്കെ കാടത്തമാണ് എന്ന് പറയുന്നവരറിയുന്നു? വ്യഭിചരിച്ചു എന്ന് എവിടുന്നെങ്കിലും ആരെങ്കിലും പറയുന്നേക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു പോലീസുകാരൻ പിടിച്ചു കൊണ്ടുവന്ന് തലവെട്ടലാണ്, അല്ലെങ്കിൽ മരുഭൂമിയിൽ നിർത്തിയിട്ട് മരണം വരെ എറിഞ്ഞു കൊല്ലലാണ്, അല്ലെങ്കിൽ അവിടെ അടിച്ച് 100 അടി അടിക്കലാണ് എന്നൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയൊന്നുമല്ല. വ്യഭിചാരത്തെക്കുറിച്ച് ഒരാൾ മറ്റൊരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞോ, ആ ആള് സാക്ഷി കൊണ്ടുവരണം, ആ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതിന്. ഒരാളെ പോലെ നീ ആ നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഖാളി കണ്ടു എന്ന് തന്നെ വിചാരിക്കുക, പച്ചയായ അയാൾ കണ്ടു, അയാൾക്ക് ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുമോ? അയാളെ കൊണ്ട് ശിക്ഷ വിധിക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വ്യഭിചരിച്ച ആള് വ്യക്തമായി സമ്മതിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രവാചകന്റെ മുമ്പിൽ നിരന്തരം വന്ന് തുറന്നു പറഞ്ഞതാ. അതുപോലെ തന്നെ ഗാമിദിയ ഗോത്രക്കാരിയായ ഒരു സഹോദരി സഹാബ വനിത, അവരും സ്വയം വന്ന് ഏറ്റു പറഞ്ഞതാ. അള്ളാന്റെ റസൂല് ഒഴിവാക്കാൻ ഒരുപാട് നോക്കിയതാണ്. എനിക്ക് തോന്നിയതാകും, നീ ചിലപ്പോൾ ചുംബിച്ചതാകും, വെറുതെ കെട്ടിപ്പിടിച്ചതാകും, നീ പോയി ഇവിടുന്ന്, നീ മദ്യപിച്ചിട്ട് പറയായിരിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കി. ഇല്ല, അവരത് കൃത്യമായി പറയുകയാണ്. അങ്ങനെയാണ് ആ ശിക്ഷ നടപ്പിലാക്കിയത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുതുതലമുറ ആളുകൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ അങ്ങനെ 4 ആള് കാണുക, അവര് 4 ആളും പറയണെന്ത്? ബിദിക്രി ഹഖീഖത്തിൽ വത്ഇ, കൃത്യമായിട്ട് അവര് അത് ചെയ്തിട്ടുണ്ട്, വ്യഭിചാരം നടത്തിയിട്ടുണ്ട് എന്ന് അവര് കൃത്യമായിട്ട് വന്ന് പറഞ്ഞാലേ എന്താവുള്ളൂ? ആ ശിക്ഷ അവിടെ നടപ്പിലാക്കപ്പെടുള്ളൂ.
അതിൽ തന്നെ ഒരു അടിമയാണെങ്കിലോ ആ അടിമയെക്കുറിച്ചാണ് അങ്ങനെ തെളിയിക്കപ്പെട്ടതെങ്കിൽ പോലും ഒരു സ്വതന്ത്രനായ വ്യക്തിക്ക് കിട്ടുന്ന അത്ര ശിക്ഷ ഒരു അടിമക്ക് കിട്ടുന്നില്ല. കാരണം അടിമക്ക് അടിമയുടേതായ കുറേ സ്വാതന്ത്ര്യ കമ്മികളുണ്ട്. അടിമക്ക് അടിമയുടേതായ കുറേ മേഖലകളിൽ സ്വതന്ത്രന്മാരായ ആളുകളെപ്പോലെ അവർക്കത്ര സ്വാതന്ത്ര്യമില്ല. പലതിനും ഒതുങ്ങിക്കൊടുത്തും കീഴൊതുങ്ങൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത്ര പോലും യഥാർത്ഥത്തിലുള്ള സ്വതന്ത്രന്മാരായ ആളുകളും സ്ത്രീ പുരുഷന്മാരും അടിമകളായ സ്ത്രീ പുരുഷന്മാരും തമ്മിൽ നിയമങ്ങൾ പറഞ്ഞപ്പോൾ പോലും ഇസ്ലാം വേർതിരിച്ചു പറഞ്ഞു. ഒരു സ്വതന്ത്രനായ വ്യക്തിയാണ് വ്യഭിചരിച്ചതെങ്കിൽ അയാൾക്ക് 100 അടിയാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരടിമയാണ് വ്യഭിചരിച്ചിട്ടുള്ളതെങ്കിൽ ആ അടിമക്ക് ശിക്ഷ കൊടുക്കുന്നത് നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബി എന്നാണ് ഖുർആൻ പറയുന്നത്. പകുതി ശിക്ഷയെ കൊടുക്കൂ, 50 അടിയേ കൊടുക്കുള്ളൂ. കാരണം അത് അടിമയാണ്. അടിമക്ക് അടിമയുടേതായ മേഖലകളിൽ ഒരുപാട് അസ്വാതന്ത്ര്യങ്ങളുണ്ട്, സ്വാതന്ത്ര്യമില്ലായ്മകളുണ്ട്, പ്രയാസപ്പെടുത്തലുകളുണ്ട്, പീഡനങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാം അവിടെ നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇത്രത്തോളം ഗുരുതരമായ ഗൗരവമായ മേഖലയായിട്ടാണ് മനുഷ്യരുടെ അഭിമാനത്തെ ഇസ്ലാം കണ്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തെളിഞ്ഞാലേ ശിക്ഷ നടപ്പിലാക്കുള്ളൂ. 100 അടി അടിക്കലാവട്ടെ, വിവാഹിതനാണെങ്കിൽ മരണം വരെ എറിഞ്ഞു കൊല്ലലാണ്. അല്ലാത്ത അവിവാഹിതനാണെങ്കിലോ 100 അടി അടിക്കലും നാടുകടത്തലുമാണ്. അതിലൊക്കെ അടിമകളെ സംബന്ധിച്ചിടത്തോളം ഇളവാണ്. അവർക്ക് അവരുടേതായ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദ തലങ്ങളിലേക്ക് കടക്കുന്നില്ല, സൂചനകൾ കൊണ്ട് മതിയാക്കുകയാണ്. ചുരുക്കത്തിൽ ഇസ്ലാം ഒരാളെ വ്യഭിചാരത്തെക്കുറിച്ച്, വ്യഭിചാരിയാണ് ആരോപണം പറയുന്നത്, പരലോകത്ത് ഇവിടുന്ന് തന്നെ ശിക്ഷ, പരലോകത്ത് വളരെ ഗുരുതരമായ ശിക്ഷയാണെന്നാണ്. അള്ളാഹു വളരെ ഗൗരവത്തോടെ അത് ഉടമകളോട്, അന്നത്തെ അടിമകളെ പോറ്റിയിരുന്ന നിയന്ത്രിച്ചിരുന്ന ഉടമകളോട് പോലും പറയാണ്, അതികഠിനമായ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇല്ലാൻ യകൂന കമാ ഖാല, ഇനി പറഞ്ഞതുപോലെ ആണെങ്കിൽ പരലോകത്ത് ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ്. അടിമ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടും. അതല്ലാതെ വെറുതെ ഉണ്ടല്ലോ എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോഴേക്ക് ഈ വ്യഭിചാരിയാണ് അല്ലെങ്കിൽ വ്യഭിചാരിണിയാണ് എന്നൊക്കെ പറയുക. അതൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ പാപമായിട്ട് ഇസ്ലാം കാണുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ലക്കും ലഗാനുമില്ലാതെ ആളുകൾ ഇഷ്ടം പോലെ ഫോർവേഡ് ചെയ്യും. ഒരാളെക്കുറിച്ച്, ഒരു പെണ്ണിനെയും ബന്ധപ്പെടുത്തി, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് കഥകൾ ഒരുപാട് മെനഞ്ഞുണ്ടാക്കി, തുടർക്കഥകൾ ഉണ്ടാക്കി, അതിന്മേൽ പൊടുപ്പും തൊങ്ങലും വെച്ച് കേൾക്കാനും വായിക്കാനും രസകരമാണ് എന്ന നിലക്ക് മീഡിയകൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്യും. വാട്സപ്പുകളിലൂടെ മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെടും. ഫേസ്ബുക്കുകളിലൂടെ അതിൻ്റേതായ വിവരണങ്ങളും അതിൻ്റെ ലൈക്ക്, കമൻറ്റുകളും ഷെയറുകളും ഇഷ്ടം പോലെ നടക്കും. ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ലൈംഗിക അപവാദ കേസുകൾ ആരുടെ വിഷയത്തിലാണെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ടോ, 4 സാക്ഷികളെ ഹാജരാക്കാൻ എനിക്ക് പറ്റുമോ, അല്ലാത്തതിൽ മൗനം പാലിക്കണം, മിണ്ടാതിരുന്നോളണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഈ കാലഘട്ടത്തിൽ എത്രത്തോളമാണ് ഇതിനെക്കുറിച്ചൊക്കെ സമൂഹത്തോട് പറയേണ്ടത് എന്ന് ഈ വിശദീകരിക്കേണ്ടതില്ലാത്തത്ര എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും അറിയില്ലേ. ആളുകൾക്ക് എന്തൊരു ഹരമാണ്, എന്തൊരു രസമാണ്. എത്രായിരം ആളുകളാണ് അത്തരം കാര്യങ്ങൾ കേൾക്കാൻ വിവേഴ്സായിട്ട് വരുന്നത്. എത്രായിരം ലൈക്കുകളാണ്, എത്രായിരം ഷെയറുകളാണ് നടക്കുന്നത്. ഇതൊക്കെ ഈ ലോകത്ത് ഇതിനൊക്കെ വലിയ മാർക്കറ്റൊക്കെ ഉണ്ടായി ആനന്ദവും സന്തോഷവും അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള പക തീർക്കലും അതിലൊരു ആത്മസംതൃപ്തിയൊക്കെ ദുന്യാവെന്ന് കിട്ടും. പക്ഷേ ആഖിറത്തിൽ കഠോരമായ ശിക്ഷയുണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് സ്വഭാവ സംസ്കരണ മേഖലയിൽ നമ്മളായിട്ടൊരാളെക്കുറിച്ചും ലൈംഗിക അപവാദം നമ്മൾ പറയരുത്. അത്തരം കേസുകൾ കേട്ടാൽ മൗനം പാലിക്കുക. അത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് ഫോർവേഡ് ചെയ്ത് ഒരാളെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന അങ്ങനെ വല്ലതും ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ തന്നെ നമ്മളത് പ്രചരിപ്പിച്ചതും വിട്ടതും എഴുതിയതും പറഞ്ഞതൊക്കെ അവിടെ ബാക്കിയുണ്ടാവും. ആ ചെയ്ത ദുർബല നിമിഷത്തിൽ അതിന് ഇടയായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ വല്ലാതെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ വാക്കുകളും നമ്മുടെ തോബയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഗുരുതരമായ ഭവിഷ്യത്ത് എന്ന് ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം.